നമസ്കാരം. പ്രധാന വാർത്തകൾ. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി കേന്ദ്രങ്ങൾക്ക് ആസൂത്രണ കമ്മീഷന്റെ അംഗീകാരം. 12ാം പഞ്ചവത്സര പദ്ധതി വിഹിതമായി അലിഗഡ് മലപ്പുറം കേന്ദ്രത്തിനുൾപ്പെടെ 140 കോടിയുടെ ധനസഹായം. ഒറ്റപ്പാലത്തെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ അഭിപ്രായ സമന്വയ ചർച്ച. വാഹനപ്പെരുപ്പമാണ് ഒറ്റപ്പാലത്തെ ഗതാഗതക്കുരുക്കിന് മൂലകാരണമെന്ന് എം ഹംസ MLA. റോഡിന്റെ വീതിക്കുറവും അനധികൃത പാർക്കിംഗും പ്രധാന പ്രശ്നമെന്നും ആക്ഷേപം. പട്ടാമ്പിയിൽ സപ്ലൈകോ വഴി വിതരണം ചെയ്ത ആട്ടപ്പൊടിയിൽ പുഴുക്കൾ. ഗുണമേന്മയില്ലാത്ത ആട്ടപ്പൊടി വിറ്റഴിച്ചത് റേഷൻ കടയിലൂടെ. പെരിന്തൽമണ്ണ ക്രിക്കറ്റ് സ്റ്റേഡിയം വീണ്ടും ദേശീയ മത്സരങ്ങൾക്ക് വേദിയാകുന്നു. രഞ്ജി ട്രോഫിയിൽ സീസണിലെ കേരളത്തിന്റെ ഹോം മത്സരങ്ങൾ പെരിന്തൽമണ്ണയിൽ നടക്കും. വാർത്തകൾ വിശദമായി. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി കേന്ദ്രങ്ങൾക്ക് ആസൂത്രണ കമ്മീഷന്റെ അംഗീകാരം. പെരിന്തൽമണ്ണയിലെ അലിഗഡ് മലപ്പുറം കേന്ദ്രത്തിനും ബംഗാളിലെ മുൻഷിദാബാദ് കേന്ദ്രത്തിനുമാണ് കേന്ദ്ര ആസൂത്രണ കമ്മീഷൻ അംഗീകാരം നൽകിയത്. ഇതോടെ 12ാം പഞ്ചവത്സര പദ്ധതി വിഹിതമായി 140 കോടി രൂപ വീതം 2 സെന്ററുകൾക്കും കൂടി ലഭ്യമാവും. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ കേരളം, പശ്ചിമ ബംഗാൾ കേന്ദ്രങ്ങൾക്ക് കേന്ദ്ര ഔദ്യോഗിക ഏജൻസിയായ എഡിസിൽ തയ്യാറാക്കിയ പ്രത്യേക വികസന പദ്ധതിക്കാണ് ആസൂത്രണ കമ്മീഷൻ അംഗീകാരം നൽകിയിരിക്കുന്നത്. കേന്ദ്ര ആസൂത്രണ കമ്മീഷന്റെ അംഗീകാരം ലഭിച്ചതോടെ പെരിന്തൽമണ്ണയിലെ അലിഗഡ് മലപ്പുറം കേന്ദ്രത്തിനും പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ് കേന്ദ്രത്തിനും 12ാം പഞ്ചവത്സര പദ്ധതിയിൽ നിന്നും 140 കോടി രൂപ വീതം ലഭ്യമാവും. ആസൂത്രണ കമ്മീഷന്റെ അംഗീകാരം ലഭിച്ച സാഹചര്യത്തിൽ കമ്മീഷന്റെ സാമ്പത്തിക സമിതി യോഗം വിളിച്ചു ചേർക്കാൻ മാനവ വിഭവശേഷി മന്ത്രാലയം നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. മാനവ വിഭവശേഷി വികസന വകുപ്പ് മന്ത്രി ഇ അഹമ്മദ്, വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരുമായി നടത്തിയ ചർച്ചയ്ക്കു ശേഷം മലപ്പുറം കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ പി മുഹമ്മദ് അറിയിച്ചതാണ് ഇക്കാര്യം. അലിഗഡ് മലപ്പുറം കേന്ദ്രത്തിന് ധനസഹായം ഉടൻ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രി കപിൽ സിബലിന് കത്തയച്ചിട്ടുണ്ട്. അതേസമയം ഉത്തർപ്രദേശിലെ അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ ശനിയാഴ്ച ചേരാനിരുന്ന യൂണിവേഴ്സിറ്റിയുടെ എക്സിക്യൂട്ടീവ് യോഗം മുൻ വൈസ് ചാൻസലർ ഫാറൂഖിയുടെ നിര്യാണത്തെ തുടർന്ന് അടുത്ത മാസത്തേക്ക് മാറ്റിവെച്ചു. അലിഗഡ് കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിനായി തമിഴ്നാട്, ഹരിയാന, അസം എന്നീ സംസ്ഥാനങ്ങളുടെ അപേക്ഷകൾ അടുത്ത മാസം ചേരുന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ അംഗീകരിക്കുമെന്നാണ് അറിവ്. സപ്ലൈകോ വഴി വിതരണം ചെയ്ത ആട്ടപ്പൊടിയിൽ പുഴുക്കൾ. പട്ടാമ്പി കരിമ്പുള്ളി സ്വദേശി മണി റേഷൻ കടയിൽ നിന്നും വാങ്ങിയ ആട്ടപ്പൊടിയിലാണ് നിറയെ പുഴുക്കളെ കണ്ടത്. കഴിഞ്ഞ ദിവസമാണ് കരിമ്പുള്ളി സ്വദേശിയായ മണി റേഷൻ കടയിൽ നിന്നും ആട്ടപ്പൊടി വാങ്ങിയത്. വീട്ടിൽ കൊണ്ടുവന്ന് പാക്കറ്റ് പൊട്ടിച്ചു നോക്കിയപ്പോൾ പൊടിയിൽ നിറയെ കുറുഞ്ചാത്തനെ കണ്ടു. ഇതേ തുടർന്ന് പൊടി അരിച്ചു നോക്കിയപ്പോഴാണ് വെള്ള നിറത്തിലുള്ള ചെറിയ പുഴുക്കളും കണ്ടത്. സപ്ലൈകോ വഴി റേഷൻ കടയിൽ വിതരണത്തിന് എത്തിച്ചതാണ് ഈ ആട്ടപ്പൊടി. ഇതേ റേഷൻ കടയിൽ നിന്നും ആട്ടപ്പൊടി വാങ്ങിയ മറ്റു ചിലർക്കും പുഴുക്കളെ കിട്ടിയതായി പരാതിയുണ്ട്. എന്നാൽ ചിലരൊന്നും ശ്രദ്ധിക്കാതെ പൊടി ഉപയോഗിച്ചിട്ടുമുണ്ട്. ഹോട്ടലുകളിലും ബേക്കറികളിലും പഴകിയ ഭക്ഷണ സാധനങ്ങൾ വിലക്കുന്നതിനെതിരെ കർശന നടപടി കൈക്കൊള്ളുന്നതുപോലെ സർക്കാരിന്റെ തന്നെ സംരംഭങ്ങൾ വഴി വിതരണം ചെയ്യുന്ന ഇത്തരം ധാന്യങ്ങളിലും പൊടികളിലും ഗുണമേന്മ ഉറപ്പാക്കാനും അധികൃതർ ജാഗ്രത കാണിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ഇത് ഞങ്ങൾ വാങ്ങിയിട്ട് ഒരാഴ്ചയായിട്ടില്ല. ഇന്ന് രാവിലെ ആഹാരം തയ്യാറാക്കാൻ വേണ്ടി ഇത് തുറന്നപ്പോഴാണ് ഈ അവസ്ഥ കണ്ടത്. സരിച്ചു നോക്കിയപ്പോഴാണ് ഈ കുറിഞ്ചാത്തന് മുഴുവൻ ആവശ്യത്തിലേറെ കണ്ടത്. അപ്പൊ എനിക്ക് തോന്നുന്നു പല വീടുകളിലും ഇതൊരു പക്ഷേ പൊട്ടിച്ചു കഴിയുമ്പോൾ ആ കാണുന്ന പ്രത്യക്ഷത്തിൽ കാണുന്ന കുറിഞ്ചാത്തന് മാത്രം എടുത്ത് കളയും. അതിനുശേഷം പാകം ചെയ്യാനും സാധ്യതയുണ്ട്. ഹോട്ടലുകളിലാണ് ചിലപ്പോൾ അതുപോലെ സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ വയ്യ. ഇത്തരം കാര്യങ്ങളിൽ ഗവൺമെന്റ് മിഷനറി വേണ്ട ശ്രദ്ധ ചെലുത്തുന്നില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്നാൽ റേഷൻ കടക്കാരനെയോ പ്രാദേശിക വിതരണക്കാരനെയോ ഒരു കുറ്റം പറയാൻ പറ്റില്ല, കാരണം അവരൊരു ഉത്തരവാദികളല്ല. ഒറ്റപ്പാലം ഈസ്റ്റിലെ കാക്കാത്തോട് പാലം പുനർനിർമ്മിക്കാൻ തീരുമാനമായി. ഗതാഗത തടസ്സം പരിഹരിക്കാൻ നീള കലാ സാംസ്കാരിക വേദി സംഘടിപ്പിച്ച അഭിപ്രായ സമന്വയ ചർച്ചയിലാണ് പ്രതിഷേധം മറന്ന് എല്ലാവരും ഇക്കാര്യം അംഗീകരിച്ചത്. MLA ഫണ്ട് ഉപയോഗിച്ച് ഈസ്റ്റ് ഒറ്റപ്പാലം പാലാട്ട് റോഡ്, സെങ്കുത്ത റോഡ് വഴി സംസ്ഥാന പാതയിലെത്തുന്ന ബൈപ്പാസ് നിർമ്മിക്കാൻ 2010-ൽ തീരുമാനമെടുത്തിരുന്നു. എന്നാൽ ഇത് ചിലരുടെ എതിർപ്പിനെ തുടർന്ന് നടപ്പായില്ല. പലതവണ ഇക്കാര്യം അംഗീകരിക്കണമെന്ന ആവശ്യമുയർന്നെങ്കിലും അതും വിജയിച്ചിരുന്നില്ല. കഴിഞ്ഞ മാസം റവന്യൂ ഉദ്യോഗസ്ഥരെയും നാട്ടുകാർ തടഞ്ഞിരുന്നുവെന്ന് MLA പറഞ്ഞു. ടൗണിലെ 2 വരിയുള്ള ഓട്ടോറിക്ഷ പാർക്കിംഗ് നിരോധിക്കണം, പാർക്കിംഗ് ഇല്ലാത്ത കെട്ടിടങ്ങൾക്കെതിരെ നടപടിയെടുക്കണം, ബസ്സുകൾക്കും മറ്റു വാഹനങ്ങൾക്കും 2 നിയമം ബുദ്ധിമുട്ടാകുന്നു തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വന്നു. ട്രാഫിക് നിയമങ്ങൾ നിയന്ത്രിക്കാൻ ചില നിയമങ്ങൾ നടപ്പാക്കുമ്പോൾ ചിലരുടെ മാത്രം മുഷ്കിനു മുൻപിൽ കീഴടങ്ങാനാവില്ല എന്ന് ഒറ്റപ്പാലം SI പറഞ്ഞു. ഗതാഗത പ്രശ്നം പരിഹരിക്കുന്നതിനായി RDOയുടെ ചേംബറിൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് മീറ്റിംഗ് ചേരുമെന്ന് സബ് കളക്ടർ A കൗശികൻ പറഞ്ഞു. ഞായറാഴ്ച രാവിലെ 11 മണിയോടെ കൊറോണേഷൻ ക്ലബ്ബിൽ നടന്ന ചർച്ചയിൽ എം ഹംസ MLA അധ്യക്ഷത വഹിച്ചു. സബ് കളക്ടർ A കൗശികൻ, സബ് ഇൻസ്പെക്ടർ ശശിധരൻ, നീള കലാ സാംസ്കാരിക വേദി ചെയർമാൻ മനോജ് സ്റ്റീഫൻ, ബാലചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. യാത്രാ സൗകര്യങ്ങൾ, ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പൊതുനിർദ്ദേശമെന്ന് ഉയർന്നു വന്നതാണ്. മോണോ ട്രെയിൻ, മെട്രോ ട്രെയിൻ തുടങ്ങിയവയെല്ലാം ഇതിന്റെ ഭാഗമായി ഉയർന്നു വരുന്ന നിർദ്ദേശങ്ങളാണ്. ഈ നിർദ്ദേശങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ
ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ വളർന്നു വരുന്ന ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ വേണ്ടി കഴിയുകയുള്ളൂ എന്നതാണ് ലോകാനുഭവങ്ങളും ഇന്ത്യൻ അനുഭവങ്ങളും എന്നത് നാം മനസ്സിലാക്കണം. നമുക്കിവിടെ എന്താ ചെയ്യാൻ പറ്റും? ഒറ്റപ്പാലത്ത് 5 വർഷത്തിനിടെ ഉണ്ടായ വാഹനപ്പെരുപ്പം 30,000-ഓളമായി. എന്നാൽ ഇതിനനുസരിച്ചുള്ള റോഡ് വികസനം ഉണ്ടായിട്ടില്ല. 2006-ൽ 5,000 ഉണ്ടായിരുന്ന ഓട്ടോറിക്ഷകൾ ഇപ്പോൾ 7,100 ആയിട്ടുണ്ട്. കാർ 8,400-ൽ നിന്നും 16,400-ആയി. ബസ് 520-ൽ നിന്നും 860. ഗുഡ്സ് വാഹനങ്ങൾ 11,000-ൽ നിന്നും 13,400. മറ്റുള്ളവ 1,750-ൽ നിന്ന് 3,000-ആയും വർദ്ധിച്ചു എന്ന് MLA അക്കമിട്ട് നിരത്തി. എന്നാൽ ഇത്രയും വാഹനങ്ങളെ ഉൾക്കൊള്ളാനുള്ള സൗകര്യം നമ്മുടെ റോഡുകൾക്കായിട്ടില്ല. ഇപ്പോഴും റോഡുകളുടെ വീതി 6 മീറ്ററും 8 മീറ്ററുമാണ്. 15 മീറ്റർ വീതി ഉണ്ടാകേണ്ട സംസ്ഥാന പാത പോലും ഒറ്റപ്പാലം ടൗണിൽ 10 മീറ്ററും 8 മീറ്ററുമായി ചുരുക്കിയാണ് നിർമ്മിച്ചത്. ഇതിനെല്ലാം പുറമെ ഒറ്റപ്പാലത്തോടുന്ന ആയിരക്കണക്കിന് ഓട്ടോറിക്ഷകളിൽ 90% ഒറ്റപ്പാലം ടൗണിൽ പെർമിറ്റുള്ളവയല്ല. എന്നാൽ ഇവയ്ക്കെതിരെ നടപടിയെടുക്കാൻ അധികൃതർക്കാവുന്നുമില്ല. ഇതില്ലെങ്കിലും ടൗണിൽ ഒരു വരിയായി നിർത്തിയിട്ട് ബുദ്ധിമുട്ട് സൃഷ്ടിക്കാതിരിക്കാൻ ഓട്ടോറിക്ഷകളും ശ്രമിക്കാറില്ല. ഇത്രയൊക്കെ കോലാഹലമുണ്ടായിട്ടും ഇതൊന്നും കേട്ടമട്ട് നഗരസഭയും കാണിക്കുന്നില്ല. ഇന്നത്തെ ചർച്ചയിൽ രാഷ്ട്രീയ ചേരിതിരിവ് കാരണം നഗരസഭ പ്രതിനിധികൾ ആരും പങ്കെടുത്തതുമില്ല. ഉൽപാദന പശ്ചാത്തല സേവന മേഖലകൾക്ക് പ്രാധാന്യം നൽകി 2012-13 വർഷത്തിൽ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് 3.5 കോടി രൂപയുടെ വികസന പദ്ധതികൾ നടപ്പാക്കും. പദ്ധതികൾക്ക് കഴിഞ്ഞ ദിവസം ചേർന്ന ഗ്രാമസഭാ യോഗത്തിൽ അംഗീകാരം നൽകി. പൊതുവിഭാഗത്തിന് 2,12,53,000 രൂപയും പ്രത്യേക ഘടക പദ്ധതിക്ക് 1,35,43,000 രൂപയും ഉൾപ്പെടെ 2012-13 സാമ്പത്തിക വർഷത്തിൽ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് 3,48,60,000 രൂപയുടെ പദ്ധതികളാണ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഉൽപാദന പശ്ചാത്തല സേവന മേഖലകൾക്ക് ഊന്നൽ നൽകിയാണ് പദ്ധതികൾ. പട്ടിക ഉപവർഗ പദ്ധതി, വനിത ഘടക പദ്ധതി, കുട്ടികൾ, വൃദ്ധർ, മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർ എന്നിവരുടെ ഉന്നമനത്തിനു വേണ്ടിയുള്ള പദ്ധതിക്കും തുക വകയിരുത്തിയിട്ടുണ്ടെന്ന് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PK അബൂബക്കർ ഹാജി അറിയിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സലീം കുരുവമ്പലം ഗ്രാമസഭായോഗം ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ കുന്നത്ത് മുഹമ്മദ് പദ്ധതി വിശദീകരിച്ചു. പ്രസിഡന്റ് PK അബൂബക്കർ ഹാജി, വൈസ് പ്രസിഡന്റ് C അംബുജാക്ഷി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കാൽപന്തുകളിയുടെ നാട്ടിലേക്ക് ക്രിക്കറ്റ് വീണ്ടും വിരുന്നെത്തുന്നു. ദേശീയ ക്രിക്കറ്റ് ലീഗിൽ ഈ സീസണിലെ രഞ്ജി ട്രോഫിയിൽ കേരളത്തിന് അനുവദിച്ച മത്സരങ്ങൾക്ക് പെരിന്തൽമണ്ണ ക്രിക്കറ്റ് സ്റ്റേഡിയം വേദിയാകും. 2010-ൽ കേരളത്തിന്റെ രഞ്ജി ട്രോഫിയിലെ 2 ഹോം മത്സരങ്ങളാണ് പെരിന്തൽമണ്ണ സ്റ്റേഡിയത്തിൽ നടക്കുക. ഈ സീസണിൽ രഞ്ജി ട്രോഫിയിൽ കേരളത്തിൽ നടത്താൻ നിശ്ചയിച്ച മത്സരങ്ങൾക്ക് മുഴുവൻ പെരിന്തൽമണ്ണ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് വേദിയാകുന്നത്. അടുത്ത നവംബർ, ഡിസംബർ മാസങ്ങളിലായി 4 മത്സരങ്ങളാണ് പെരിന്തൽമണ്ണ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുക. കേരളത്തിന് പുറമെ അസം, ജമ്മു കശ്മീർ, ജാർഖണ്ഡ്, ഗോവ ടീമുകളും ആഭ്യന്തര ക്രിക്കറ്റിലെ ഏറ്റവും വലിയ ലീഗായ രഞ്ജി ട്രോഫിയിൽ കളിക്കാൻ പെരിന്തൽമണ്ണയിലെത്തും. കേരള ടീമിന്റെ മുഴുവൻ ഹോം മത്സരങ്ങളും പെരിന്തൽമണ്ണയിൽ നടക്കുമെന്ന പ്രത്യേകതയും ഇത്തവണത്തെ മത്സരങ്ങൾക്കുണ്ട്. മത്സരത്തിന്റെ പ്രാഥമിക ഷെഡ്യൂൾ കഴിഞ്ഞ ദിവസം BCCI പുറത്തിറക്കിയിരുന്നു. നവംബർ 17 മുതൽ 20 വരെ കേരളവും അസമും തമ്മിലാണ് ആദ്യ മത്സരം. 24 മുതൽ 27 വരെ കേരളം ഗോവ മത്സരവും നടക്കും. ജമ്മു കാശ്മീർ, ജാർഖണ്ഡ് എന്നീ ടീമുകൾക്കെതിരെയുള്ള കേരളത്തിന്റെ മത്സരങ്ങൾ ഡിസംബറിലും നടക്കും. പെരിന്തൽമണ്ണ ജോളി റോവേഴ്സ് ക്ലബ്ബ് 50 വർഷത്തേക്ക് കേരള ക്രിക്കറ്റ് അസോസിയേഷനു കൈമാറിയതാണ് പെരിന്തൽമണ്ണ ക്രിക്കറ്റ് സ്റ്റേഡിയം. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഏറ്റെടുത്ത ഗ്രൗണ്ടിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പിച്ചുകളും സ്റ്റേഡിയത്തിലെ സൗകര്യങ്ങളും വികസിപ്പിച്ചിരുന്നു. ഇതിനുശേഷം പെരിന്തൽമണ്ണ ക്രിക്കറ്റ് സ്റ്റേഡിയം വിജയ് മർച്ചന്റ്, വിജയ് ഹസാരെ, സുബ്ബയ്യപിള്ള ട്രോഫി തുടങ്ങിയ ദേശീയ മത്സരങ്ങൾക്ക് വേദിയായി. സംസ്ഥാന ജില്ലാ ടീമുകളുടെ സെലക്ഷൻ മാച്ചുകൾക്കും പെരിന്തൽമണ്ണ ക്രിക്കറ്റ് സ്റ്റേഡിയം വേദിയായിരുന്നു. 2010-ൽ വിദർഭ, ജമ്മു കാശ്മീർ ടീമുകൾക്കെതിരെയുള്ള രഞ്ജിയിലെ കേരളത്തിന്റെ ഹോം മത്സരങ്ങൾ ഇവിടെയാണ് നടന്നത്. 2012-ലെ രഞ്ജിയിലെ മത്സരങ്ങൾക്കും വേദിയാകാനിരിക്കുകയാണ് പെരിന്തൽമണ്ണ ക്രിക്കറ്റ് സ്റ്റേഡിയം. ജില്ലാ, സംസ്ഥാന ക്രിക്കറ്റ് അസോസിയേഷനുകൾ മത്സരങ്ങൾക്കായുള്ള തയ്യാറെടുപ്പിലാണ്. കാരുണ്യത്തിന്റെ ഓണവിരുന്നൊരുക്കി 16-ാം വർഷവും മുഹമ്മദ്. വാർത്ത കാണാം ഇടവേളയ്ക്ക് ശേഷം. വാർത്തകൾ തുടരുന്നു. ഇനി ഓണവിശേഷങ്ങളുമായി ഓണം പൊന്നോണം. പൂക്കള മത്സരങ്ങളും കലാകായിക മത്സരങ്ങളുമായി നാടെങ്ങും ഓണാഘോഷങ്ങൾ പൊടിപൊടിക്കുന്നു. വിവിധ സന്നദ്ധ സംഘടനകളുടെയും ബാങ്കുകളുടെയും വ്യാപാര സംഘടനകളുടെയും ആഭിമുഖ്യത്തിലാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയും ചെർപ്പുളശ്ശേരി കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിന്റെയും ശ്രീ ശബരി ട്രസ്റ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് ചെർപ്പുളശ്ശേരി EMS ടൗൺ ഹാളിൽ പൂപ്പൊലി എന്ന പേരിൽ പൂക്കള മത്സരം സംഘടിപ്പിച്ചത്. ബാങ്കിന്റെ പ്രവർത്തന പരിധിയിൽ വരുന്ന ക്ലബ്ബുകളും കുടുംബശ്രീകളുമാണ് മത്സരത്തിൽ പങ്കെടുത്തത്. KS അലീഖ MLA പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് ബാലകൃഷ്ണൻ, SK ശ്രീകുമാർ, K ഹമീദ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. കാറൽമണ്ണ യുവജന കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഓണം പെരുന്നാൾ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ മത്സരങ്ങളും നടന്നു.
ഓണാഘോഷത്തിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ താലൂക്കിലെ സർക്കാർ ജീവനക്കാർ വിവിധ കലാകായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചു. 3 ദിവസത്തെ ഓണാഘോഷ പരിപാടി ചലച്ചിത്ര പ്രവർത്തകനും നിലമ്പൂർ നഗരസഭാ ചെയർമാനുമായ ആര്യാടൻ ഷൗക്കത്ത് ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ജീവനക്കാരുടെ കലാ സാംസ്കാരിക സംഘടനയായ ഹോപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് പെരിന്തൽമണ്ണ താലൂക്കിലെ സർക്കാർ ജീവനക്കാർക്കായി കലാകായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. പൂക്കള മത്സരം, കഥ, കവിതാ രചന, വടംവലി തുടങ്ങിയ മത്സരങ്ങളാണ് നടന്നത്. പൂക്കള മത്സരത്തിൽ കൃഷിഭവനായിരുന്നു 1ാം സ്ഥാനം നേടിയത്. RDO ഓഫീസ് ജീവനക്കാരുടെ പൂക്കളത്തിനായിരുന്നു 2ാം സ്ഥാനം. താലൂക്ക് ഓഫീസ് സംഘം 3ാം സ്ഥാനം നേടി. ഓണാഘോഷം ചലച്ചിത്ര പ്രവർത്തകനും നിലമ്പൂർ നഗരസഭാ ചെയർമാനുമായ ആര്യാടൻ ഷൗക്കത്ത് ഉദ്ഘാടനം ചെയ്തു. തഹസിൽദാർ MT ജോസഫ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ നിഷി അനിൽ രാജ്, പ്രൊഫസർ പാലക്കീഴ് നാരായണൻ, പെരിന്തൽമണ്ണ സബ് കളക്ടർ T മിത്ര, ഡെപ്യൂട്ടി തഹസിൽദാർ NM മെഹ്റലി തുടങ്ങിയവർ സംസാരിച്ചു. കൊപ്പം അഭയം ചാരിറ്റബിൾ ട്രസ്റ്റിലെ അന്തേവാസികൾക്ക് ഓണസദ്യ ഒരുക്കാൻ ചെർപ്പളശ്ശേരി തെക്കുംകര മുഹമ്മദ് സംഭരിച്ച ഓണക്കോടികളും പലവ്യഞ്ജനങ്ങളും പച്ചക്കറികളും കൈമാറി. തുടർച്ചയായി 16ാമത്തെ വർഷമാണ് മുഹമ്മദ് അഭയത്തിലെ അന്തേവാസികൾക്ക് സ്നേഹസ്പർശത്തിന്റെ ഓണസദ്യ ഒരുക്കുന്നത്. മലയാളിക്ക് തിരുവോണത്തിന്റെ തലേ ദിവസമാണ് ഉത്രാടപ്പാച്ചിൽ. എന്നാൽ ചെർപ്പുളശ്ശേരി തെക്കുംകര മുഹമ്മദിന് അത്തം പിറന്നാൾ തുടങ്ങും ഉത്രാടപ്പാച്ചിൽ. ഓണക്കോടികളും പലവ്യഞ്ജനങ്ങളും പച്ചക്കറികളും സംഭരിക്കാനുള്ള തിരക്കിലാകും 75 വയസ്സുകാരനായ ഇദ്ദേഹം. ഇതൊന്നും സ്വന്തം വീട്ടിൽ ഓണസദ്യ ഒരുക്കാനല്ല, കൊപ്പം പുലാശ്ശേരി അഭയം ചാരിറ്റബിൾ ട്രസ്റ്റിലെ 75ഓളം വരുന്ന അനാഥരും നിരാലംബരുമായ അന്തേവാസികൾക്കുള്ളതാണ്. തുടർച്ചയായി 16ാമത്തെ വർഷമാണ് മുഹമ്മദ് അഭയത്തിലേക്ക് ഓണസദ്യക്കുള്ള സാധനങ്ങൾ സംഭരിച്ചു നൽകുന്നത്. ഓണമായാൽ സാധനങ്ങൾക്കായി സുമനസ്സുകളെ സമീപിക്കുമ്പോൾ ആവേശകരമായ പ്രതികരണമാണ് ലഭിക്കാറുള്ളതെന്ന് മുഹമ്മദ് പറയുന്നു. ഓണക്കോടികൾക്ക് പുറമെ അരി, വെളിച്ചെണ്ണ, ശർക്കര, നാളികേരം, സോപ്പ്, പച്ചക്കറികൾ എന്നിവ ഉൾപ്പെടെ 50ഓളം ഇനങ്ങളാണുള്ളത്. ഈ സൽപ്രവൃത്തി ചെയ്യാനുള്ള പ്രചോദനം എന്താണെന്ന ചോദ്യത്തിന് മുഹമ്മദിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. സമൂഹത്തിൽ നമ്മോടൊപ്പമുള്ള നമ്മുടെ സഹോദരന്മാരായിട്ടുള്ളവര്, അവസരമായിട്ടുള്ളവരും അനാഥകളായിട്ടുള്ള ആൾക്കാരാണ്. അവര് മറ്റുള്ള നമ്മൾ കഴിക്കുന്ന മാതിരിയുള്ള ഭക്ഷണം അവർക്ക് നല്ല ദിവസമായിട്ട് ഓണമൊക്കെ ആയിട്ടുള്ള ദേശീയ ഉത്സവമാണല്ലോ ഓണം. അതിന് നമ്മോടൊപ്പം അവരും നല്ല ഭക്ഷണം കഴിക്കട്ടെ എന്നുള്ള സതുദ്ദേശത്തോടു കൂടിയാണ്. ആരുടെയും പ്രശസ്തി പത്രമോ അംഗീകാരങ്ങളോ തന്റെ പ്രവൃത്തിക്ക് ആവശ്യമില്ലെന്ന് പറയുന്ന മുഹമ്മദിനെ ഓർത്തുകൊണ്ട് അഭയത്തിലെ സഹോദരന്മാരും അമ്മമാരും ഓണസദ്യ ഉണ്ണുമ്പോൾ ഈ അമ്മമാർക്കൊപ്പം നമുക്കും നൽകാം മുഹമ്മദിന്റെ നല്ല മനസ്സിന് സ്നേഹത്തിൽ മുക്കിയൊരു കയ്യൊപ്പ്. അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന ഓണക്കിറ്റുകൾക്കുള്ള കൂപ്പണുകൾ ചെർപ്പളശ്ശേരിയിലും വിതരണം ചെയ്തു. ഒറ്റപ്പാലം അസിസ്റ്റന്റ് ലേബർ ഓഫീസറാണ് കൂപ്പണുകൾ വിതരണം ചെയ്തത്. ചെർപ്പുളശ്ശേരിയിലെ ഹോട്ടലുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും മറ്റും ജോലി ചെയ്യുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾക്കാണ് സംസ്ഥാന സർക്കാർ നൽകുന്ന ഓണക്കിറ്റുകൾക്കുള്ള കൂപ്പണുകൾ വിതരണം ചെയ്തത്. അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് സർക്കാർ വിതരണം ചെയ്യുന്ന ഓണക്കിറ്റുകളുടെ സംസ്ഥാനതല ജില്ലാതല ഉദ്ഘാടനങ്ങൾ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. അരി, പഞ്ചസാര, മുളക്, വെളിച്ചെണ്ണ തുടങ്ങിയവയെല്ലാം ഓണക്കിറ്റിലുണ്ടാകും. ഈ കൂപ്പണുകളുമായി മാവേലി സ്റ്റോറുകളിലെത്തിയാൽ ഓണക്കിറ്റുകൾ ലഭിക്കും. സെപ്റ്റംബർ 7-ാം തീയതി വരെ കിറ്റുകൾ ലഭിക്കും. ഓണവും ഓണാഘോഷവും എന്താണെന്ന് ഇവർക്കറിയില്ല. എങ്കിലും ഇവർ മലയാളിക്ക് നേർന്നു വിയർപ്പിന്റെ ഗന്ധമുള്ള ഓണം പെരുന്നാൾ ആശംസകൾ. ഹാപ്പി ഓണം, ഹാപ്പി ഓണം റംസാൻ, ഹാപ്പി ഓണം റംസാൻ. മലയാളിയെയും മലയാണ്മയെയും സമ്പുഷ്ടമാക്കാനെത്തിയ ഇവരും ആഘോഷിക്കും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരോണം. സംസ്ഥാന വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള കേരള ഓട്ടോമൊബൈൽ ലിമിറ്റഡ് ഡയറക്ടറായി യൂത്ത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് റഷീദ് ആലായനെ സർക്കാർ നോമിനേറ്റ് ചെയ്തു. അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റായിരുന്ന ഇദ്ദേഹം യൂത്ത് ലീഗ് മണ്ണാർക്കാട് മണ്ഡലം പ്രസിഡന്റ്, പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ്, MSF ജില്ലാ ട്രഷറർ എന്നീ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ശ്രീകൃഷ്ണപുരം പെരുമാങ്ങോട് ALP സ്കൂളിലെ 1977-78 1ാം ക്ലാസ് ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥി സമാഗമം സംഘടിപ്പിച്ചു. പഴയകാല ബന്ധങ്ങൾ പുതുക്കൽ, ബാച്ചിലെ അധ്യാപകരെ ആദരിക്കൽ എന്നിവയും സമാഗമത്തിന്റെ ഭാഗമായി നടന്നു. പെരുമാങ്ങോട് ALP സ്കൂളിൽ നടന്ന സമാഗമം ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ബാച്ചിലെ സ്കൂൾ ലീഡർ VP ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മുൻ അധ്യാപകരെ മൊമെന്റോ നൽകി ആദരിച്ചു. തുടർന്ന് ബാച്ചിൽ പഠിച്ചിറങ്ങിയവർ അവരവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. പാറുക്കുട്ടി, വേണുഗോപാൽ, K പ്രസാദ്, PS രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു. സമാഗമത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് 11-അംഗ കമ്മിറ്റിയും രൂപീകരിച്ചു. സ്കൂളിന്റെ പഠന പദ്ധതികളിലും മറ്റും സഹായങ്ങൾ നൽകാനുള്ള സ്ഥിരം സംവിധാനമായി സമാഗമത്തെ മാറ്റാനും ലക്ഷ്യമിടുന്നുണ്ട്. സ്കൂളിന്റെ 111ാമത് വാർഷികം കൊണ്ടാടുമ്പോഴും ആദ്യമായാണ് സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിക്കുന്നത്. ഒരിടവേള കൂടി.
വാർത്തകൾ തുടരുന്നു. ശ്രീകൃഷ്ണപുരം ഗണേശോത്സവ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗണേശോത്സവവും നിമഞ്ജന ഘോഷയാത്രയും നടത്തി. ശ്രീകൃഷ്ണപുരം പടുകനാംകുറിശി ദുർഗാ ക്ഷേത്രത്തിൽ നിന്നുമാണ് ഘോഷയാത്ര ആരംഭിച്ചത്. കരിമ്പുഴ പുഴയിൽ ഗണേശ വിഗ്രഹം നിമഞ്ജനം ചെയ്തു. ഗണേശോത്സവം ആര്യസമാജം ഓർഗനൈസർ ഭക്തവത്സലൻ ഉദ്ഘാടനം ചെയ്തു. പി ജനാർദ്ദനൻ, MS സുനീഷ്, വിപിൻ, പ്രതീഷ് എന്നിവർ ശോഭയാത്രയ്ക്ക് നേതൃത്വം നൽകി. കാറൽമണ്ണ കോവിലിങ്ങൽ പാടത്ത് കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടീൽ ഉത്സവം സംഘടിപ്പിച്ചു. ചെർപ്പശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച് തന്നെ, കൃഷി സ്ഥലത്ത് വെച്ച് തന്നെ കർഷകരെ ആദരിക്കലും നേർന്നിടയിൽ ഒക്കെ സംഘടിപ്പിക്കുന്നത് കൃഷിയെക്കുറിച്ച് പ്രോത്സാഹിപ്പിക്കാനും പുതിയ തലമുറയ്ക്ക് കർഷക തൊഴിലാളികളെ, കൃഷിക്കാരെ, കൃഷിയിടങ്ങളെ കാണാനും അനുഭവിക്കാനും ഒക്കെ ഉള്ള ഒരു അവസരമാണ്. അന്യം നിൽക്കുന്ന കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനും പുതുതലമുറയ്ക്ക് കൃഷിയെ അടുത്തറിയാനുമാണ് കാറൽമണ്ണ കോവിലിങ്ങൽ പാടത്ത് കർഷക കൂട്ടായ്മ ഞടിയിൽ ഉത്സവം സംഘടിപ്പിച്ചത്. മുതിർന്ന കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. ചെർപ്പുളശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KT സത്യൻ, ഗ്രാമപഞ്ചായത്ത് അംഗം OK ചന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഉഷ എന്നിവർ സംസാരിച്ചു. സുനിൽകുമാർ, ഗംഗാധരൻ, ഗോപാലൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വല്ലപ്പുഴ ചെറുകോട് തോട്ടിൽ വീണ് വൃദ്ധൻ മരിച്ചു. നായ്ക്കൻതൊടി കുഞ്ഞാക്കനാണ് മരിച്ചത്. 60 വയസ്സായിരുന്നു. ഞായറാഴ്ച ഉച്ചയ്ക്കാണ് സംഭവം. പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി കേന്ദ്രങ്ങൾക്ക് ആസൂത്രണ കമ്മീഷന്റെ അംഗീകാരം. 12ാം പഞ്ചവത്സര പദ്ധതി വിഹിതമായി അലിഗഡ് മലപ്പുറം കേന്ദ്രത്തിന് ഉൾപ്പെടെ 140 കോടിയുടെ ധനസഹായം. ഒറ്റപ്പാലത്തെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ അഭിപ്രായ സമന്വയ ചർച്ച. വാഹനപ്പെരുപ്പമാണ് ഒറ്റപ്പാലത്തെ ഗതാഗതക്കുരുക്കിന് മൂലകാരണമെന്ന് M. ഹംസ MLA. റോഡിന്റെ വീതിക്കുറവും അനധികൃത പാർക്കിംഗും പ്രധാന പ്രശ്നമെന്നും ആക്ഷേപം. പട്ടാമ്പിയിൽ സപ്ലൈകോ വഴി വിതരണം ചെയ്ത ആട്ടപ്പൊടിയിൽ പുഴുക്കൾ. ഗുണമേന്മയില്ലാത്ത ആട്ടപ്പൊടി വിറ്റഴിച്ചത് റേഷൻ കടയിലൂടെ. പെരിന്തൽമണ്ണ ക്രിക്കറ്റ് സ്റ്റേഡിയം വീണ്ടും ദേശീയ മത്സരങ്ങൾക്ക് വേദിയാകുന്നു. രഞ്ജി ട്രോഫിയിൽ സീസണിലെ കേരളത്തിന്റെ ഹോം മത്സരങ്ങൾ പെരിന്തൽമണ്ണയിൽ നടക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.